കോട്ടയം കോതനല്ലൂരിൽ സൈബർ അധിക്ഷേപത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്തു. കടുത്തുരുത്തി കോതനല്ലൂർ സ്വദേശിനി ആതിരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, സംഭവം എന്താണ് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? അപർണ, കടുത്തുരുത്തി കോതനല്ലൂർ സ്വദേശി ആതിരയെ ഇന്ന് രാവിലെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ആതിരയ്ക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, അരുൺ വിദ്യാധരൻ എന്ന പേരിൽ. ഇയാളും ആതിരയും തമ്മിൽ പിന്നീട് അകന്നിരുന്നു. പക്ഷേ ഈ സമീപ ദിവസങ്ങളിൽ ആതിരയ്ക്ക് വിവാഹാലോചന വരുന്നതിന് പിന്നാലെ ഇയാൾ ആതിരയെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇരുവരും തമ്മിലുള്ള ചില ചിത്രങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇതിൽ മനംനൊന്താണ് ആത്മഹത്യ എന്നാണ് വിശദീകരണം. സംഭവത്തിൽ ഇന്നലെ ആതിര കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയും അരുൺ ഈ സൈബർ ഇടത്തിൽ ആക്രമണം നടത്തിയിരുന്നു. മണിപ്പൂരിൽ IAS ഉദ്യോഗസ്ഥനാണ്. IAS ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ സഹോദരിയാണ് ഈ ആത്മഹത്യ ചെയ്ത ആതിര. സംഭവത്തിൽ പോലീസ് വളരെ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഇതിനിടെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഏതായാലും സംഭവത്തിൽ അരുൺ ഇതുവരെ ഒളിവിലാണ്. അരുണിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലോകായുക്തയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. താൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപർ മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു. AI ക്യാമറ വിവാദത്തിൽ പുറത്തുവിട്ട രേഖകളുമായി കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിവാദ പ്രസ്താവന. താൻ കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ, ബെബ്കോ അടക്കമുള്ള അഴിമതി കേസുകൾ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. ജസ്റ്റിസ് മണികുമാറിനെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനാക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ചെന്നിത്തല. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. എല്ലാ കേസും, ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപന്മാർ മാറി. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. ലോകായുക്തയിൽ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. AI ക്യാമറ ഇടപാടിൽ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ 2 രേഖകൾ കൂടി പുറത്തുവിട്ട് കെൽട്രോൺ. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യതയും അവർക്ക് ലഭിച്ച മാർക്കും SRIT അവരുമായി സഹകരിച്ചു എന്ന വിവരങ്ങളുമാണ് പുതിയ രേഖയിൽ ഉള്ളത്. എന്നാൽ ക്യാമറയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കാര്യക്ഷമത രേഖ എന്നിവയൊന്നും കെൽട്രോൺ പരസ്യപ്പെടുത്തിയിട്ടില്ല. AI പദ്ധതിയുടെ ടെൻഡർ വാല്യുവേഷൻ രേഖയാണ് കെൽട്രോൺ പുറത്തുവിട്ടത്. 4 കമ്പനികൾ പങ്കെടുത്തു. കമ്പനിയുടെ 3 വർഷത്തെ ടേൺ ഓവർ, ചെയ്ത പദ്ധതികളുടെ എണ്ണം, എത്ര കോടി രൂപയുടെ പദ്ധതി എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു മാർക്കിടൽ. ഇതിൽ 100-ൽ 95 മാർക്ക് SRIT നേടി. അശോക ബിൽഡ്കോണിന് 92-ഉം അക്ഷര എന്റർപ്രൈസസിന് 91 മാർക്ക് ലഭിച്ചപ്പോൾ ഗുജറാത്ത് ഇൻഫോടെക്കിന് ആകെ 8 മാർക്കാണ് ലഭിച്ചത്. കൂടുതൽ മാർക്ക് നേടിയ SRITക്ക് കെൽട്രോൺ ഉപകരാർ നൽകുകയും ചെയ്തു. SRITക്ക് കരാർ ലഭിക്കാൻ അശോകയും അക്ഷരയും സഹായിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. കെൽട്രോൺ ആദ്യം പ്രസിദ്ധീകരിച്ച 7 രേഖകളിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം SRIT AI ഉപകരണങ്ങൾ വാങ്ങാൻ സെൻട്രിക് കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന രേഖയും പ്രസിദ്ധീകരിച്ചു. സേഫ് കേരള പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ പ്രസാഡിയോയും ട്രോയ്സുമാണെന്ന് ഈ രേഖയിലുണ്ട്. എന്നാൽ മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമിന്റെ കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലുണ്ടാവുക. ടെക്നിക്കൽ ഇവാലുവേഷൻ ഡോക്യുമെന്റ് പുറത്തുവിട്ടിട്ടില്ല. ക്യാമറ എത്രമാത്രം കാര്യക്ഷമമാണ്, തെറ്റുവരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന എറർ ഫാക്ടർ, പ്രോസസ്സറിന്റെ പ്രത്യേകതകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടില്ല. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതായി കെൽട്രോൺ അവകാശപ്പെടുമ്പോഴും അതിന്റെയും വിശദീകരണം രേഖകളിലില്ല. ഞങ്ങളെല്ലാം സുതാര്യമായി ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു 7 രേഖകളും ഒരു വാർത്താക്കുറിപ്പും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെൽട്രോൺ പുറത്തുവിട്ടത്. എന്നാൽ സാങ്കേതിക വിവരങ്ങളും ഉപകാരമടങ്ങുന്ന നിർണായക രേഖകൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് ലഭ്യമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും സംഘടിതമായി അഴിമതി നടക്കുന്ന പ്രസ്ഥാനം കേരളമാണെന്ന് കെ സുരേന്ദ്രൻ. AI ക്യാമറ അഴിമതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ്. അഴിമതികൾ മൂടിവെക്കാനുള്ള ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു.
പണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലാണ് അഴിമതി നടത്തിയിരുന്നതെങ്കിൽ ഇപ്പൊ എല്ലാ തട്ടിപ്പുകാരും കൂടി ഒരു പ്രൊജക്റ്റിൽ ഏത് പ്രൊജക്റ്റ് വരുമ്പോഴും അതിൽ എല്ലാ തട്ടിപ്പുകാരും യോജിക്കുക. ഇപ്പൊ അൽഹിന്ദിന്റെ MD പറഞ്ഞത് വലിയ വാർത്തയായില്ല. ക്യാമറയുടെ കാര്യത്തിൽ സമീപിച്ചെന്നും 50 കോടി മുടക്കിയാൽ 75 കോടി നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഒരു ഗവൺമെന്റ് എന്നിട്ട് പറയാണ് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് ഈ അഴിമതി അവസാനിപ്പിച്ച് ശരിയായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി അവരുടെ ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത്. മരണപ്പെട്ടാലും അനീതിയോട് സന്ധി ചെയ്യില്ലെന്നും വൻതുക നൽകി കേരളത്തിലേക്കില്ലെന്നും മദനി. കേരളത്തിലേക്ക് പോകാൻ അകമ്പടി ചെലവ് കുറയ്ക്കണമെന്ന മദനിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് പ്രതികരണം. കർണാടക പോലീസ് ആവശ്യപ്പെട്ട പണം മുൻകൂറായി കെട്ടിവെക്കണം. 60 ലക്ഷം നൽകണമെന്നാണ് കർണാടക പോലീസിന്റെ ആവശ്യം. ചെലവ് കണക്കാക്കിയത് സർക്കാരിന്റെ ചട്ടപ്രകാരമാണെന്നും അകമ്പടി പോകുന്ന പോലീസുകാരുടെ എണ്ണം കുറയ്ക്കാനാവില്ലെന്നും കർണാടക പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. 20 അംഗ ടീമിനെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. താമസവും ഭക്ഷണവും കൂടി കണക്കിലെടുത്താൽ അകമ്പടി ചെലവ് 1 കോടിയോളം വരുമെന്ന് മദനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ദ കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് കെ സുരേന്ദ്രൻ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വരുന്ന സിനിമകൾ ആവിഷ്കാരമാകുമ്പോൾ എന്തിനാണ് വേവലാതി? സംഘപരിവാർ അജണ്ട കേരള സ്റ്റോറിയിലില്ല. സെൻസർ ബോർഡാണ് സിനിമയ്ക്ക് അനുമതി നൽകുന്നത്, ഡിവൈഎഫ്ഐ അല്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, അതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ISIS എത്ര പേര് പോയിന്ന്? സിനിമയല്ലേ, ചരിത്ര പാഠപുസ്തകമൊന്നുമല്ലല്ലോ. പോയില്ലെന്നാണോ? ആ സിനിമയെ സിനിമയായിട്ട് കണ്ടാ പോരെ? എന്താ ഇത്ര വേവലാതി? ക്രിസ്ത്യാനികളെ ആകെ ആക്രമിക്കുന്ന നാടകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അനുമതി കൊടുക്കുന്നവർ, മറ്റു പലതും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പരാമർശ വിഷയമായിട്ടുള്ള പല സിനിമകളും നാടകങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭീകരവാദത്തെക്കുറിച്ച് ഒരു സിനിമ വന്നാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടിട്ട് തീരുമാനിച്ച പോരുന്നു. എന്താ ഇത്ര ഒരു തിടുക്കം? നമ്പറിനെ കുറിച്ചാണ് ഡിസ്പ്യൂട്ടെങ്കിൽ അത് ചർച്ച ചെയ്യാലോ. അത് പിണറായി വിജയൻ പറഞ്ഞാൽ മതിയല്ലോ. കക്കുകളി നാടകത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് KCBC. ക്രൈസ്തവ സന്യാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതര മതവിഭാഗങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാടകം. കക്കുകളി നാടകത്തിന്റെ കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണം. മതേതരത്വത്തെക്കുറിച്ചും ന്യൂനപക്ഷ പ്രേമത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്നവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം വേദനാജനകമാണ്. ശാരീരികമായി ആക്രമിക്കുന്നതിന് തുല്യമായി സഭ ഇത്തരം നടപടികളെ കാണുന്നു. ഇതര സമുദായങ്ങളെപ്പോലെ തുല്യനീതി ക്രൈസ്തവർക്കും അർഹതയുള്ളതാണെന്ന് മാർ ക്ലിമിസ് ബാവ പറഞ്ഞു. കക്കുകളി നാടകത്തിനെതിരെ KPCC അധ്യക്ഷൻ K സുധാകരൻ. ക്രിസ്ത്യൻ സന്യാസ സമൂഹത്തെ ആക്ഷേപിക്കുന്ന കക്കുകളി നാടകം ആശങ്കാജനകമാണ്. കേരള സർക്കാർ തന്നെ കക്കുകളി നാടകം പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്നത് അപകടകരമായ പ്രവണതയാണെന്നും K സുധാകരൻ കുറ്റപ്പെടുത്തി. അടിമുടി ജീർണത പിടിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പുകഴ്ത്തുകയും എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ സമൂഹത്തിന് സമ്മാനിച്ച ക്രിസ്ത്യൻ സന്യാസ സമൂഹത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്നതാണ് നാടകം. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് ചെല്ലപ്പേരിട്ട് വിളിച്ചാലും സൃഷ്ടികൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ഉള്ളതാകരുതെന്ന് നാടക പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും K സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. പൂരം കൊടിയിറങ്ങി. വടക്കുംനാഥ സന്നിധിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തി. 10,000ങ്ങളെ സാക്ഷിയാക്കി ഉച്ചയ്ക്ക് 12:45 ഇരു ദേവിമാരും പരസ്പരം ഉപചാരം ചൊല്ലി വിട പറഞ്ഞത്. ഏപ്രിൽ 19 അടുത്ത തൃശൂർ പൂരം. രാവിലെ 9 മണിയോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ എഴുന്നള്ളത്ത് തുടങ്ങിയതോടെ പകൽപൂരത്തിന് തുടക്കമായി. മണികണ്ഠനാൽ പന്തലിൽ നിന്ന് പാറമേക്കാവ് ഭഗവതിയും നായ്ക്കനാൽ പന്തലിൽ നിന്ന് തിരുവമ്പാടി ഭഗവതിയും മേളത്തിന്റെ അകമ്പടിയോടെ വടക്കുനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചു. കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രാമാണിത്വത്തിൽ പാറമേക്കാവ് മേളവും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ കീഴിൽ തിരുവമ്പാടിയുടെ വാദ്യകലാകാരന്മാരും അണിനിരന്നു. 3 മണിക്കൂർ മേളം കുട്ടിക്കയറി ഇറങ്ങി.
12 മണിയോടെ ഉപചാര ചടങ്ങുകൾ തുടങ്ങി. പാറമേക്കാവ് ഭഗവതി ഗണപതിയെ വലം വെച്ച് വന്നപ്പോഴേക്കും വടക്കുനാഥനെ വണങ്ങി തിരുവമ്പാടി ഭഗവതിയും പടിഞ്ഞാറെ ഗോപുരനട കടന്നെത്തി. 12:45 ദേവിമാർ ഉപചാരം ചൊല്ലി. വീണ്ടും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് ദേവിമാർ പരസ്പരം വന്ദിച്ച് മടങ്ങിയതോടെ 36 മണിക്കൂർ നീണ്ട പൂരത്തിന് പരിസമാപ്തി. എല്ലാം ഭംഗിയായി നടത്താനായി എന്ന സംതൃപ്തി സംഘാടകർക്കും ജില്ലാ ഭരണകൂടത്തിനും. പറഞ്ഞ അടിപൊളിയായല്ലോ, എല്ലാം ഭംഗിയായി അല്ലെ, സൂപ്പറാണ്. മോർ ദാൻ വാട്ട് വി എക്സ്പെക്ടഡ്. ബട്ട് ഞങ്ങൾ അത് ആദ്യത്തെ തന്നെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതിനാൽ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരുക്കങ്ങളെല്ലാം നമുക്ക് ബെനിഫിറ്റ് ആയി. അതുകൂടാതെ ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ ഈ പൂരത്തിൽ വിവിഐപിയും സ്ത്രീകളും ഭിന്നശേഷിക്കാരുമാണ്. അവരെല്ലാവരും നല്ലപോലെ വന്നിട്ട് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത സ്പെഷ്യൽ പവലിയൻസിൽ അവർ വന്നിട്ട് പൂരം പൂർത്തിയായിട്ടും ആസ്വദിച്ചു. ഫെൽറ്റ് വെരി ഹാപ്പി. തുടർന്ന് പകൽ വെടിക്കെട്ട്. ആദ്യം തിരികൊളുത്തിയത് തിരുവമ്പാടി. അരമണിക്കൂറിന് ശേഷം പാറമേക്കാവും. അടുത്ത പൂരത്തിനായുള്ള തൃശൂരിന്റെ കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുന്നു. ടീം ന്യൂസ് 18 തൃശൂർ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടാണ്. ബുധനാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് 18 പരമ്പര. ഇനിയെത്ര ഇരകൾ? കേരളത്തിലെ ഭാവി സമൂഹം കുരുങ്ങിക്കിടക്കുന്ന ലഹരിക്കെണിയുടെ വ്യാപ്തി ചെറുതല്ല. സിനിമാ മേഖല മുതൽ സ്കൂളുകൾ വരെ ഇന്ന് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. തലസ്ഥാനത്ത് 14-കാരിയുടെ ജീവൻ നഷ്ടപ്പെട്ട് 1 മാസം പിന്നിട്ടിട്ടും പോലീസ് നിസ്സഹായാവസ്ഥയിലാണ്. ഈ ലഹരി സംഘങ്ങൾ ഇനിയും എത്ര ജീവനെടുക്കും? ന്യൂസ് 18 പരമ്പര. ഇനി എത്ര ഇരകൾ? അടുത്തിടെ വരെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഓർത്ത് രക്ഷകർത്താക്കളും പൊതുസമൂഹവും ആശങ്കപ്പെട്ടിരുന്നത് കലാലയ സംഘടനകളുടെ പേരിലായിരുന്നെങ്കിൽ ആ സംഘർഷങ്ങളും ആശങ്കകളും ഇന്ന് മറ്റൊരു വലിയ വിപത്തിന് വഴിമാറുകയാണ്. അത് മറ്റൊന്നുമല്ല, കലാലയങ്ങളിലും സ്കൂളുകളിലും പിടിമുറുക്കുന്ന ലഹരി മാഫിയ തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ്. മാനവീയം വീഥിയിലെ സ്ഥിരം കാഴ്ചയാണ് എനിക്ക് പിന്നിലുള്ളത്. അന്യ ജില്ലകളിൽ ഇതുപോലും വിദ്യാർത്ഥിനികളെ കെണിയിലാക്കി ലഹരി മാഫിയ മാനവീയം വീഥി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു വശത്ത് ഇതുപോലെ നിരീക്ഷണവും ചോദ്യം ചെയ്യലുമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇവരുടെ ചതിക്കുഴികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസ് ആസ്ഥാനത്തിന്റെ ഈ മതിൽക്കെട്ടിനപ്പുറം മാനവീയം വീഥിയുടെ പ്രവേശന കവാടമാണ്. നിരവധി കലാ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകുന്ന ഈ തെരുവിന് സന്ധ്യ മയങ്ങിയാൽ ഇപ്പോൾ മറ്റൊരു മുഖമാണ്. വികൃതമാക്കുകയാണ് സാമൂഹ്യ വിരുദ്ധരായ ലഹരി മാഫിയ ചേർന്ന് സന്ധ്യ മയങ്ങിയാൽ ഈ സുന്ദര തെരുവിന്. തലസ്ഥാന നഗരിയിലെ പ്രമുഖ സ്കൂളുകളിൽ ലഹരി മാഫിയ വലവിരിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത് 1 മാസം മുമ്പാണ്. പക്ഷേ കാണേണ്ടവർ നടപടിയെടുക്കാൻ വൈകിയതോടെ നഷ്ടമായത് ഒരു 14-കാരിയുടെ വിലപ്പെട്ട ജീവനാണ്.
കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് ലഹരി ഉപയോഗം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. മദ്യവും കഞ്ചാവും എന്നിവയേക്കാൾ അപ്പുറം തീവ്രവും ഉന്മാദവും നൽകുന്ന സിന്തറ്റിക് ലഹരികൾക്കാണ് കുട്ടികൾ കൂടുതൽ അടിമപ്പെടുന്നത്. എവിടെ നിന്നാണ് കുട്ടികൾക്കിത് ലഭിക്കുന്നത്? ആരാണ് ഇത് നൽകുന്നത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുകയാണ് നമ്മുടെ യുവത്വം. ഇത്തരം ലഹരി മാഫിയാസങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ ന്യൂസ് 8ന്റെ അനിവാര്യമായ ഇടപെടലായി മാറുകയാണ് ഈ പരമ്പര. കോവിഡുമായി അനുബന്ധമായിട്ട് ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും കൗമാരപ്രായക്കാരും ഓൺലൈൻ വിനോദങ്ങളിലേക്ക് വ്യാപകമായി പോവുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഡാർക്ക് വെബ് പോലെയുള്ള ഇന്റർനെറ്റിന്റെ വളരെ ഇരുണ്ട പ്രതലങ്ങൾ കുട്ടികൾ കൂടുതലായിട്ട് പരീക്ഷിക്കുകയും അവിടെ നിന്ന് ലഹരി വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ലോകമെമ്പാടും ആ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ രാസലഹരികൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് ഈ ജീവൻ എടുക്കാൻ പോലും പ്രാപ്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി വസ്തുവാണ് ആംഫിറ്റമിൻ വിഭാഗത്തിൽപ്പെടുന്ന MDMA. ഇതെല്ലാം മസ്തിഷ്ക ഉത്തേജക മരുന്നുകളാണ്. ഇതെല്ലാം അതായത് പൊടുന്നനെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ MDMA പോലെയുള്ള ഈ ആംഫിറ്റമിൻ വസ്തുക്കൾ ഒരു തവണ തന്നെ വലിയ അളവിൽ ഉപയോഗിക്കുകയോ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ചെറിയ അളവിൽ നിരന്തരമായി എല്ലാ ദിവസവും സ്ഥിരമായി ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ തലച്ചോറിലും മറ്റും ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. അതേപോലെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ സങ്കോചം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും സമാന്തരമായി രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ. ഏറ്റവും മാരകമായ പ്രശ്നം, ഈ രക്തക്കുഴലുകൾ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അത് പലപ്പോഴും മരണത്തിന് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു സാധ്യത, ഈ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചിട്ട് ആ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം തടസ്സപ്പെടുന്ന ഒരവസ്ഥ. ഇത് പലപ്പോഴും മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക്, ഒരു സൈഡ് തളർന്നു പോവുക അല്ലെങ്കിൽ ചുണ്ടുകൂടി പോവുക, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരുക, ഇത്തരം അവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചെറിയ അളവിൽ ആണ് ഇത് വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് പൊടുന്നനെ കൂടുകയും അത് പലപ്പോഴും മിഥ്യാവിശ്വാസങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ള തോന്നലുകൾ, മിഥ്യാ അനുഭവങ്ങൾ, ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇല്ലാത്ത സൗണ്ടുകൾ കേൾക്കുക, അങ്ങനെയുള്ള ചിത്തഭ്രമ ലക്ഷണങ്ങൾ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അല്ലെങ്കിൽ ലഹരി വസ്തുജന്യ ചിത്തഭ്രമം എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവയിൽ നിന്ന് ഈ കുട്ടികളെ അകറ്റി നിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊച്ചിയിൽ കഞ്ചാവ് കേസിൽ SI ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജനും മകനും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കേസിൽ പ്രതിയാണെന്നറിഞ്ഞിട്ടും മകനെ സംരക്ഷിക്കുകയും വിദേശത്തേക്ക് കടക്കാൻ സഹായിക്കുകയും ചെയ്തതിനാണ് സാജനെ അറസ്റ്റ് ചെയ്തത്. ട്രെയിനിൽ കൊണ്ടുവന്ന് 28 കിലോ കഞ്ചാവ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടിയിരുന്നു. കേസിൽ ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജൻ, മകൻ നവീൻ, ആർക്കപ്പടി സ്വദേശി ആൻസ്, പെരുമ്പാവൂർ സ്വദേശി ബേസിൽ തോമസ് എന്നിവരെയാണ് പിടികൂടിയത്. മുൻ MLAയും മുതിർന്ന CPM നേതാവുമായ M. ചന്ദ്രൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. 2006 മുതൽ 2016 വരെ ആലത്തൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാലക്കാട് ആനക്കര സ്വദേശിയായ M. ചന്ദ്രൻ KSFിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 2 തവണ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്നു. CPM വിഭാഗീയതയുടെ കാലത്ത് VS അച്യുതാനന്ദനൊപ്പം ഉറച്ചുനിന്ന നേതാവാണ്. സംസ്കാരം നാളെ സ്വദേശമായ പാലക്കാട് ആനക്കരയിൽ നടക്കും. സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ബാർ കോഴ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI. സുപ്രീം കോടതിയിൽ CBI സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് PL ജേക്കബ് എന്നയാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇത് പരിഗണിക്കവെയാണ് കൊച്ചി CBI യൂണിറ്റിലെ SP A. ഷിയാസ് CBIയുടെ നിലപാട് അറിയിച്ചത്. ഹർജി ജൂലൈ 3-ാം വാരം പരിഗണിക്കും. ഇടത് വലത് മുന്നണികളെ വെട്ടിലാക്കി വീണ്ടും ബാർക്കോഴ ആരോപണം സജീവമാകുകയാണ്. കോഴക്കേസിൽ അന്വേഷണമാകാമെന്ന CBI നിലപാട് ഇരു മുന്നണികളെയും ഒരുപോലെ കുഴയ്ക്കുന്നതാണ്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് CBIയുടെ നിലപാടെന്ന വിലയിരുത്തലും ഇടത് വലത് കേന്ദ്രങ്ങളിൽ ശക്തമാണ്. ബാർക്കോഴ ആരോപണം വീണ്ടും നുരഞ്ഞു പൊങ്ങുകയാണ്. ബാറുടമ ബിജു രമേശിന്റെ ആരോപണം
രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് അന്ന് കേട്ടത്. അന്ന് പ്രതിരോധത്തിലായത് UDF, ആവേശത്തിലായത് LDF. UDF രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. മുന്നണിയുടെ നട്ടലായിരുന്ന KM മാണിയും പാർട്ടിയും UDF വിട്ടു. വിടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രം നല്ലപോലെ പയറ്റിയ ഇടതുമുന്നണി മാണിയെ ഒപ്പം കൂട്ടി. തെരഞ്ഞെടുപ്പുകളിൽ മധ്യ കേരളത്തിലടക്കം കരുത്തുകാട്ടി. മാണി കോൺഗ്രസ് ഒപ്പം വന്നതോടെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയെന്ന് പറഞ്ഞ് CPM-ഉം സഖ്യകക്ഷികളും ആഘോഷിച്ച ബാർക്കോഴ കേസ് ആവിയായി. KM മാണിയും പാർട്ടിയും ഇടതിന് വിശുദ്ധരായി. മാണി പോയത് തിരിച്ചടിയായെങ്കിലും കോൺഗ്രസിനും ആശ്വാസമായിരുന്നു ബാർക്കോഴ കേസ് ഇല്ലാതായത്. അന്നൊക്കെ കാഴ്ചക്കാർ മാത്രമായിരുന്നു BJP. എന്നാൽ ഇപ്പോൾ കേസ് സജീവമാകുന്നത് ഏറ്റവും വലിയ അവസരമായി മാറുന്നത് BJPക്കാണ്. വെറുതെ അങ്ങ് സജീവമായതല്ല, BJP സജീവമാക്കിയതെന്നാണ് CPM വിശ്വസിക്കുന്നത്. യാതൊരു എളുപ്പമില്ലാതെ ഒരു സീസൈഡല്ല കൂട്ടിലിട്ട് താത്താന്ന് വെറുതെ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റിയല്ല. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ RSS പറയുന്നതിനനുസരിച്ച് തോന്നുന്ന ചില ഏജൻസികളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതാ പ്രശ്നം. CBI എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി നിയന്ത്രിക്കുന്നത് RSS ആണ്. UDF-ഉം ആശയക്കുഴപ്പത്തിലാണ്. രമേശ് ചെന്നിത്തലയും K ബാബുവും VS ശിവകുമാറുമൊക്കെ ആരോപണ നിഴലിലാണ് എന്നത് തന്നെ കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇടത് വലുത് മുന്നണികൾക്കെതിരെ പ്രധാന പ്രചാരണായുധമായി BJP ഇത് ഉപയോഗിക്കുമെന്ന് ഉറപ്പ്. അഴിമതിയുടെ കാര്യത്തിൽ ഇരു മുന്നണികളും കൂട്ടുകച്ചവടമാണെന്ന പ്രചാരണത്തിന് BJPക്ക് ഇതിലും ശക്തമായ ആയുധം വേറെയില്ല. കേരള കോൺഗ്രസിനെ ഒപ്പം കൂട്ടാൻ ഇടതുമുന്നണി പ്രയോഗിച്ച അതേ തന്ത്രം BJPയും പയറ്റുകയാണോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ബാർക്കോഴ കേസ് അന്വേഷിക്കാൻ CBI തയ്യാറാണെന്ന വാർത്തയിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ. കൂട്ടിലടച്ച തത്തയാണ് CBI. കേസ് പണ്ടേ അവസാനിച്ചതാണെന്നും അത് വീണ്ടും കുത്തിപ്പൊക്കുന്നത് RSS അജണ്ടയാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. യാതൊരു എളുപ്പമില്ലാതെ ഒരു സീസൈഡല്ല കൂട്ടിലിട്ട് താത്താന്ന് വെറുതെ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റിയല്ല. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ RSS പറയുന്നതിനനുസരിച്ച് തോന്നുന്ന ചില ഏജൻസികളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതാ പ്രശ്നം. CBI എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി നിയന്ത്രിക്കുന്നത് RSS ആണ്. അപ്പോൾ പിന്നെ അതെന്തൊക്കെ പറയുന്നുള്ളതിന് പിന്നെ നല്ല അറിയണ്ടേ? സുപ്രീം കോടതിയിലല്ല, ഇനി അപ്പുറത്തെ കോടതി ലോക കോടതി ഉണ്ടെങ്കിൽ ലോക കോടതി പറഞ്ഞതും അങ്ങനെ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. മലപ്പുറം തിരൂർ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കല്ലേറുണ്ടായത്. C4 കോച്ചിലാണ് കല്ലേറുണ്ടായത്. വിവരങ്ങളുമായി അനുമോദ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ അനുമോദ് സംഭവത്തിൽ? അപർണ, വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് തിരൂർ സ്റ്റേഷൻ കഴിഞ്ഞ് 3 മിനിറ്റിന് ശേഷമാണ് ഈ കല്ലേറുണ്ടായതെന്നാണ് അറിയാനാകുന്നത്. ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ കല്ലേറ് കൊണ്ട ഭാഗം പരിശോധിക്കുകയും ഗ്ലാസിന് ചെറിയ ഒരു ഡാമേജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. തിരൂർ പോലീസിന്റെ പരിധിയിലായതുകൊണ്ട് തിരൂർ പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. തിരൂർ സ്റ്റേഷൻ വിട്ട് 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുനാവായ മേഖലയ്ക്ക് അടുത്താവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതും ആ ഒരു മേഖല കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും ഭാഗത്തുനിന്നുള്ള അന്വേഷണം ഉണ്ടാവുക. നമുക്കറിയാം, വന്ദേ ഭാരത് ട്രെയിനിന് ആദ്യം സ്റ്റേഷൻ അനുവദിക്കുകയും പിന്നീട് അത് നിഷേധിക്കുകയും ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കല്ലേറുണ്ടായതിനെ വളരെ ഗൗരവത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ കാണുന്നത്. അനുമോദ് വിവരങ്ങൾ നൽകിയത്. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടം ഷെഡ് തകർത്തു. മോൺഫോർട്ട് സ്കൂളിന് സമീപം രാജന്റെ ഷെഡാണ് തകർത്തത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആക്രമണം. അരിക്കൊമ്പനെ പിടികൂടിയത് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി കണ്ടിട്ടില്ല എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. മറ്റൊരു പോംവഴിയുമില്ലാത്ത സാഹചര്യത്തിലാണ് അരിക്കൊമ്പനെ പിടികൂടേണ്ടി വന്നത്. വന്യജീവി ആക്രമണം പലയിടത്തുമുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. അതിനായി ഒരു പാനൽ തയ്യാറാക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. ദൌത്യത്തിൽ പങ്കെടുത്ത കുങ്കിയാനകളുടെ പാപ്പാന്മാരെ സ്ഥിരപ്പെടുത്താനാവില്ലെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. പെരിയാർ റിസർവിൽ തുറന്നുവിട്ട അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ച് വനംവകുപ്പ്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലുള്ള പ്രത്യേക സംഘത്തിനാണ് അരിക്കൊമ്പനെ നിരീക്ഷിക്കാനുള്ള ചുമതല. റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറ അടക്കം ഉപയോഗിച്ചാണ് നിരീക്ഷണം. 3 കിലോമീറ്റർ ചുറ്റളവിൽ സ്വാഭാവിക സഞ്ചാരമാണ് ഇപ്പോഴുള്ളതെന്ന് CCFRS അരുൺ ന്യൂസ് 18നോട് പറഞ്ഞു. അരിക്കൊമ്പൻ ദൌത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഈ ദൌത്യത്തിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോടൊപ്പം ചേരുന്നത്. ഹൈറേഞ്ച് സർക്കിൾ CCFRS അരുൺ. മുല്ലക്കുടി സെക്ഷനിലാണ് ഇതിനെ റിലീസ് ചെയ്തത്.
അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 11ഓളം സാറ്റലൈറ്റ് ലൊക്കേഷൻസ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. റാൻഡമായിട്ട് ഉള്ള മൂവ്മെന്റ്സ് ആണ് കൂടുതൽ. ആൻഡ് അത് ഒരു 3 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ വനമേഖലയിലാണ് ഈ ആനയുള്ളത്. ഇത് അവിടുന്ന് പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അപരിചിതമായിരിക്കും. അതൊക്കെ എടുക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് സർ ചെക്ക് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട്, ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ പെരിയാർ ഈസ്റ്റ് ഡിവിഷന്റെ കീഴിൽ ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിനോടനുബന്ധിച്ചുള്ള ഇവിടുത്തെ ബയോളജിസ്റ്റുകളും ഇവിടുത്തെ വെറ്റിനറിയൻസും അവരെല്ലാം ഇതിന് മോണിറ്റർ ചെയ്യുന്നതാണ്. ഇത് തിരിച്ചു പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? പെരിയാർ കടുവാ സങ്കേതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സങ്കേതമാണ്. ഇവിടെ ഇവർക്ക് പലതരത്തിൽ അല്ലാതെ തന്നെ വൈൽഡ് ലൈഫിനെ മോണിറ്റർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ AI ക്യാമറാസ് ഉണ്ട്, റിയൽ ടൈം മോണിറ്ററിംഗ് ഉണ്ട്. അല്ലാതെ ഇവരുടെ പെട്രോളിങ്ങും അവരുടെ സെക്ഷൻ സെക്ഷനുകളുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകൾ അല്ലാതെ നിരന്തരം പെട്രോളിംഗ് ചെയ്യുന്നവരാണ്. അതോടൊപ്പം ഈ സ്പെഷ്യലായിട്ട് അരിക്കൊമ്പനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീമിനെയും കൂടെ അതിന്റെ ഇൻ അഡീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും RS അരുൺ അദ്ദേഹമാണ് ഈ ദൌത്യത്തിന് ചുക്കാൻ പിടിച്ച ഫീൽഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തത്. ഒരു കാര്യം അരിക്കൊമ്പൻ ഫാൻസിന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവാണ് പെരിയാർ ടൈഗർ റിസർവ്. അവിടെ അരിക്കൊമ്പൻ സുരക്ഷിതനായിരിക്കും, കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും, പരിചരണങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18. പെരിയാർ വനത്തിലേക്ക് ഇറക്കിവിട്ട അരിക്കൊമ്പനെ തെരഞ്ഞ് കാട്ടാനക്കൂട്ടങ്ങൾ ചിന്നക്കനാലിൽ. ഒറ്റ ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെ കാത്ത് ഇണയും കുട്ടിയാനയും ചിന്നക്കനാലിലെ റോഡിലൂടെ നടന്നത് നൊമ്പരക്കാഴ്ചയായി മാറി. കുട്ടികളുമൊത്ത് കൂട്ടമായി നിൽക്കുന്ന ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം വരെ അരിക്കൊമ്പനൊപ്പം ആയിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതൊന്നും ഈ കാട്ടാനക്കൂട്ടം അറിഞ്ഞിട്ടില്ല. ദൌത്യം നടന്നതിന് തൊട്ടടുത്തായി നിലയുറപ്പിച്ച ഇവർ ഒരുപക്ഷെ തെരയുന്നത് ഒരു ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെയായിരിക്കും. നമുക്ക് തന്നെ ഇന്നലെ ആ ഒരു സീനെല്ലാം കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആനകൾക്ക് അത് അവരെ വിട്ടേച്ച് പോകാൻ പറ്റുമോ? ആ ഒരു സ്ഥിതിയാണ് ഇത്. കൂടുതൽ ശല്യം പിന്നെ വീടുകളെ ആക്രമിക്കുന്നത് കൊണ്ടല്ലേ ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലൊരു സമരപരിപാടികൾ നടക്കും. ഇതിനെ പിടിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നതും മറ്റാനകളൂടെ നിൽപ്പുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ യൂക്കാലി പ്ലാന്റേഷനെല്ലാം വെട്ടിമാറ്റി ഇവിടെ കുറച്ച് ആനയ്ക്ക് തിന്നത്തക്ക രീതിയിലുള്ള തീറ്റകൾ വെച്ചു പിടിപ്പിച്ചാൽ ജനവാസ മേഖലയിലേക്ക് ആനയുടെ ശല്യമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അരിക്കൊമ്പൻ മലയിറങ്ങിയതോടെ 2 കൂട്ടമായി നടന്നിരുന്ന കാട്ടാനകൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നു. ചക്കക്കൊമ്പനും കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. ന്യൂസ് 18 ചിന്നക്കനാൽ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രഥമ പുസ്തകോത്സവമായ റാട്ട് 2023 സമാപനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് പേരാണ് പുസ്തകോത്സവത്തിന്റെ ഭാഗമായത്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. കൈത്തറിയുടെ നാടായ ബാലരാമപുരത്ത് കൈത്തറി ഉപകരണമായ റാട്ടിന്റെ പേരിലായിരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പുസ്തകോത്സവം ഒരുക്കിയത്. 5 ദിവസം നീണ്ടുനിന്ന പുസ്തകോത്സവം ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റാട്ട 2023 സമാപനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. റാട്ട് എന്ന പേരിൽ ഒരു പുസ്തകോത്സവം ഒരാഴ്ചയോളമായി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ മനോഹരമായ രീതിയിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ സുരേഷ് നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ പ്രസാധകന്മാർക്കും ഒരു മിനിമം സെയിൽ ഉറപ്പിക്കാൻ ജില്ലാ പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D. സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 50-ലധികം പ്രസാധകർ പങ്കെടുത്ത പുസ്തകോത്സവത്തിൽ പുതിയ 15 പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു. വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികളും റാട്ട് 2023 അനുബന്ധിച്ച് അരങ്ങേറി. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. അധികാരത്തിൽ വന്നാൽ കർണാടകത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP പ്രകടന പത്രിക. ബംഗളൂരുവിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം, സുരക്ഷ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പ്രകടന പത്രികയെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. എല്ലാ BPL കുടുംബങ്ങൾക്കും വർഷത്തിൽ 3 സൗജന്യ LPG സിലിണ്ടർ, ദിവസവും 1/2 ലിറ്റർ നന്ദിനി പാൽ, എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലും അടൽ ആഹാര കേന്ദ്ര തുടങ്ങിയവയും BJP വാഗ്ദാനം ചെയ്തു.
കർണാടകത്തിൽ JDS അധികാരത്തിൽ വരുമെന്ന് HD കുമാരസ്വാമി ന്യൂസ് 18നോട്. കർണാടക വോട്ടർമാർ ബദലായി കാണുന്നത് JDSനെയാണ്. BJPയും കോൺഗ്രസിനെയും ജനങ്ങൾക്ക് മടുത്തു. ഇത്തവണ JDS കിങ് മേക്കർ അല്ല, കിങ് ആകുമെന്നാണ്. 120 സീറ്റാണ് ലക്ഷ്യമെന്നും കുമാരസ്വാമി ന്യൂസ് 18നോട് പറഞ്ഞു. JDS നേതാവ് മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. So, how confident you are winning back to power in Karnataka? Came back to power in Karnataka. This time, Karnataka voters already decided to bless JDS as a regional party. Karnataka citizens are fed up with both national parties. The way in which the government running from last 3.5 years from BJP, people are disgusted. Even the way in which the official opposition party Congress, they are behaving. People are fed up with those two parties. Now they decided to choose JDS as an alternative to these two parties. Will JDS be the kingmaker this time? Not only a kingmaker, people will going to bless us as a king place. Okay. If no one get majority, what will be the stand of JDS? No, we will get clear majority. I have confidence. We will get minimum 123 watt. My aim from last 1 year. For that I am working out. In that actually I already reached. ഇത്തവണ JDS അധികാരത്തിൽ വരുമെന്നാണ് HD കുമാരസ്വാമി ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. മൈസൂരിൽ നിന്ന് ER രാകേഷ്, ന്യൂസ് 18. ഗുജറാത്തി നൃത്തമായ ദാന്ദിയയുടെ ചുവടുകൾ വെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നൃത്തം ഗുജറാത്തിയാണെങ്കിലും വേദിയായത് ഗുജറാത്തിലല്ല. തിരുവനന്തപുരത്ത് കേരള രാജ്ഭവനിലാണ് ഗവർണർ നൃത്ത ചുവടുകൾ വെച്ചത്. ഗുജറാത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങിലെത്തുന്ന ദാൻഡിയ നൃത്തമാണിത്. നൃത്തം ചെയ്യുന്നവർക്കൊപ്പം ചുവട് വയ്ക്കാൻ കൂടിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മഹാരാഷ്ട്ര ഗുജറാത്ത് രൂപീകരണ വാർഷിക ദിനമായ ഇന്നലെ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നടന്ന ആഘോഷമായിരുന്നു വേദി. പഞ്ചാരിമേളക്കാർ എത്തിയപ്പോൾ ചെണ്ടക്കോലു വാങ്ങി അവിടെയും ഒരു കൈനോക്കി ഗവർണർ. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗുജറാത്ത് സമാജത്തിന്റെയും മറാഠി മണ്ഡലിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഗുജറാത്തി സമാജം മറാഠി മണ്ഡൽ അംഗങ്ങളാണ് ആഘോഷങ്ങൾക്കായി രാജ്ഭവനിൽ എത്തിയത്. तारा ओरे रंगीला तारा ओरे छबीला तारा रंग भेरू जुए तारी वाट रंग लो हे हाल हाल हाल. നൃത്തം കൂടാതെ ഗുജറാത്തി മറാഠി ഭാഷകളിലെ ഗാനാലാപനവും ആഘോഷങ്ങൾ ഇമ്പമുള്ളതാക്കി. സംസ്ഥാനങ്ങളുടെ സ്ഥാപക ദിനം എല്ലാ രാജ്ഭവനുകളിലും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് ദിനാചരണം കേരള രാജ്ഭവനിലും സംഘടിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. നരേന്ദ്രമോദിയെ മൻ കി ബാത്തിലൂടെ മലയാളി കേട്ടത് ഏറെ പരിചിതമായ ശബ്ദത്തിലൂടെയായിരുന്നു. പറക്കോട് ഉണ്ണികൃഷ്ണൻ. മൻ കി ബാത്ത് 100ാം എപ്പിസോഡ് തികയ്ക്കുമ്പോൾ 67ലും മലയാളത്തിൽ ശബ്ദം നൽകിയത് ഉണ്ണികൃഷ്ണനാണ്. ആകാശവാണിയിലൂടെ ശബ്ദം കൊണ്ട് മലയാളിക്ക് ഏറെ പരിചിതനായ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിലേക്ക് രാജ്ഭവനിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. നിറഞ്ഞ സന്തോഷത്തിലാണ് പറക്കോട് ഉണ്ണികൃഷ്ണൻ. പ്രധാനമന്ത്രിയുടെ ഹിന്ദിയിലെ പ്രഭാഷണം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് സ്വന്തം ശബ്ദത്തിലൂടെ ശ്രവ്യാനുഭവമാക്കുക എന്ന ദൗത്യമായിരുന്നു ഉണ്ണികൃഷ്ണന്. ഉച്ചാരണശുദ്ധിയും ശബ്ദസൗകുമാര്യവും സമ്പത്തായ ഉണ്ണികൃഷ്ണൻ മനോഹരമായി തന്നെ ആ വെല്ലുവിളി ഏറ്റെടുത്തു. തന്നിൽ അർപ്പിതമായ 67 ഭാഗങ്ങൾ വിജയകരമാക്കി. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേഷനും റെക്കോർഡിങ്ങും MP3 ആയിട്ട് ഡൽഹിക്ക് അയച്ചു കൊടുക്കുകയും അവരുടെ ടീം അവിടെ ഇരുന്ന് അത് കേട്ടു നോക്കിയിട്ട് അത് ശരിയാണ് എന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ മലയാളം കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അത്ര വലിയൊരു ഒരു പ്രവർത്തനമാണ് ഈ മൻ കി ബാത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത് 1ാമത്തെ എപ്പിസോഡ് മുതൽ
67ാമത്തെ എപ്പിസോഡ് വരെ, അതായത് 2020 മെയ് മാസം വരെ ഞാൻ തന്നെയാണ് ചെയ്തത്. മൻ കി ബാത്ത് ആരംഭിച്ച സമയത്ത് രാവിലെ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം കഴിഞ്ഞ് തർജ്ജമ ചെയ്യുന്നതായിരുന്നു രീതിയെങ്കിൽ പിന്നീട് മുൻകൂട്ടി കുറിപ്പ് നൽകിയിരുന്നു. പ്രക്ഷേപണത്തിന് മുമ്പ് തന്നെ ഇത് മലയാളത്തിലാക്കി ഡൽഹിയിലേക്ക് അയക്കണം. ഈ ഉത്തരവാദിത്തം 100% വിജയകരമാക്കിയതിന്റെ സംതൃപ്തിയുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രധാന പ്രശ്നം വെച്ചാൽ ഈ സാധാരണഗതിയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ രാജ്യത്തോട് സംസാരിക്കുന്നതിന്റെ പരിഭാഷ വായിക്കുന്നത് നമ്മളൊരു വളരെ പാസീവായിട്ടാണ്. പ്രത്യേകിച്ച് മോഡുലേഷനൊന്നും പാടില്ല എന്നുള്ളതാണ് ആകാശവാണി പണ്ട് മുതലേ പിന്തുടർന്ന ഒരു പരമ്പരാഗത രീതി എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് ഇദ്ദേഹം സംസാരിക്കുന്നത് തന്നെ വളരെ മോഡുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ മോഡുലേഷൻ അനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ റേഡിയോ ശ്രോതാക്കളുടെ ഇടയിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത്, എനിക്കൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. അത് മലയാളത്തിലെ മോദിജി എന്നാണ്. അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 5560 രൂപ, പവന് 44,450 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപ, ഔൺസിന് 1,18,660 രൂപ.